യെസ്, ഞാൻ ദീപയിലേക്ക് കൂടെ വരികയാണ്. കോൺഗ്രസിൽ ദീപ അനിൽ കൂടി ചേരുകയാണ്. ദീപ, ഇത്തവണത്തെ ബജറ്റിന്റെ പ്രത്യേകത ഒരു പക്ഷേ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബജറ്റിന്റെ ആകെ തുക, അതിന് സ്ത്രീകളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞില്ലെങ്കിൽ കൂടി ബജറ്റിന്റെ ഏറ്റവും വലിയ വൻ പ്രഖ്യാപനങ്ങളിൽ ഒന്നായി പറയാവുന്നത് ഈ 2 കോടി രൂപ വരെയുള്ള വായ്പയാണ്. അത് സ്ത്രീകളെ എത്ര കണ്ട് മുന്നേറ്റം ഉണ്ടാക്കും സ്ത്രീ സമൂഹത്തിനാകെ എന്ന് കരുതാം? ബജറ്റിൽ സ്ത്രീകളെ അഭിസംബോധന ചെയ്യാൻ പോലും അല്ലെങ്കിൽ അവരെ അഡ്രസ് ചെയ്ത് ഒരു സ്കീം പറയാൻ പോലുമുള്ള ഒരു ആർജവം ധനകാര്യമന്ത്രിക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയാവും ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇതിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, വനിതകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു ബജറ്റാണിത്. ഇതിൽ സ്ത്രീകളെ അഡ്രസ് ചെയ്തിട്ടുള്ള യാതൊന്നും തന്നെ അവര് പ്രത്യേകമായിട്ട് ധനമന്ത്രി പറഞ്ഞിട്ടില്ല. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ മുഴുവൻ തന്നെ ഇപ്പൊ ജനം ചാനലിന്റെ ചർച്ചയിൽ തന്നെ സംസാരിക്കുന്നത് വലിയ ഓൺട്രപ്രണർമാരുടെ കാര്യവും അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസിന്റെ ഒക്കെ കാര്യവും അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിലോട്ടുള്ളവരുടെ കാര്യവും ഒക്കെയാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സംസാരിക്കേണ്ടത് താഴെ തട്ടിലുള്ള സ്ത്രീകളെ കുറിച്ചിട്ടാണ്. അവർക്ക് സ്ത്രീ ശാക്തീകരണം എന്നുള്ള രീതിയിൽ UPA ഗവൺമെന്റ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയുണ്ട്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതിയെ എൻഹാൻസ് ചെയ്യുന്നതിനുണ്ട് വേണ്ടിയിട്ടുള്ള എന്ത് സ്കീമുകളാണ് അല്ലെങ്കിൽ എന്ത് നടപടികളാണ് ഈ ബജറ്റിലുള്ളത്? ഈ ബജറ്റിൽ പോട്ടെ, കഴിഞ്ഞ ബജറ്റിലുള്ളത്, ഈ ഒരു ബജറ്റുകളിലും തന്നെ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്ത്രീകളുടെ ശാക്തീകരണവും സ്ത്രീകളുടെ അതിജീവനവും സാധ്യമാക്കിയ ഒരു കാര്യമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു സംവിധാനത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാതെയാണ്, അത് ഒരുപക്ഷെ UPA കൊണ്ടുവന്ന ഒരു സ്കീം ആയതുകൊണ്ടായിരിക്കണം കൊണ്ടുവരുന്നത്. അവർ 100 ദിവസം തൊഴിൽ ഉറപ്പ് കൊടുക്കുന്ന ആ ഒരു 100 ദിവസത്തിന് പകരം 150 ദിവസമാക്കണമെന്നും അതോടൊപ്പം തന്നെ ദിവസവേതനം വർദ്ധിപ്പിക്കണമെന്നും താഴെ തട്ടിലുള്ള സ്ത്രീകളാണ്. ഇത് അവര് സേവിങ്സിന് വേണ്ടിയൊന്നും അല്ല ഈ ഒരു തൊഴിലുറപ്പിന് പോകുന്നത്, അവരുടെ വീട്ടിലെ നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടി പോകുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് പല കാര്യങ്ങളും നേടാൻ കഴിയുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമൂലം സാധ്യമാകുന്നുണ്ട്. അപ്പൊ ഇത് സ്ത്രീകൾക്കൊരു ബലം നൽകുന്ന, സ്ത്രീകൾക്ക് കുടുംബത്തിൽ ഒരു സുരക്ഷിതത്വം നൽകുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു സുരക്ഷിതത്വം നൽകുന്ന ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയോട് എന്താണ് NDA സർക്കാരിന്റെ സമീപനം എന്നുള്ളതാണ് ഈ ഒരു ബജറ്റിലും അവർ തെളിയിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ സ്ത്രീകളുടെ ശാക്തീകരണത്തെ കുറിച്ച്, ആരോഗ്യ മേഖലയെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്നുള്ളത്. ഇപ്പൊ കുംഭമേളയ്ക്ക് വന്ന ആ കുട്ടി, വളരെ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെട്ട ആ കുട്ടി പറഞ്ഞത് എന്താണ്? പഠിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള എത്രയോ മൊനാലിസമാര് നമ്മുടെ രാജ്യത്തുണ്ട്, പഠിക്കുന്നില്ല. ബേട്ടി ബച്ചാവോ ഇത് പദ്ധതികൾ മാത്രം ആവിഷ്കരിച്ച് ബജറ്റിൽ കൂടി പറഞ്ഞാൽ മതിയോ? ഇത് നടക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ? പിന്നെ ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്, മുദ്രാ ലോണിന്റെ കാര്യം പറയുന്നുണ്ട്. വലിയ ഓൺട്രപ്രണർമാർക്ക് 2 കോടി രൂപ വരെ കൊടുക്കും. 1 കോടിയായിരുന്നു 2 കോടിയാക്കി എന്ന് പറയുന്നത്. ഇത് കിട്ടുന്നുണ്ടോ? ഇത് ബാങ്കുകൾ നൽകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് എന്തെങ്കിലും സംവിധാനം ഗവൺമെന്റിനുണ്ടോ? ഒരു ബാങ്കുകളും മുദ്രാ ലോണൊന്നും കൊടുക്കുന്നില്ല. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക എവിടെയാണ് ഈ മുദ്രാ ലോണൊക്കെ ഇപ്പൊ കൊടുക്കുന്നതെന്ന്. നമ്മള് ജാമ്യം നൽകിയാൽ പോലും കൊടുക്കാൻ തയ്യാറാകാത്ത ബാങ്കുകളുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയും പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇതൊന്നും തന്നെ നടപ്പാവാത്ത അവസ്ഥയാണ്. പിന്നെ ഈ പറയുന്ന കഴിഞ്ഞ ബജറ്റിലോ അല്ലെങ്കിൽ അതിന് മുന്നിലോ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഓഡിറ്റിങ് നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ? ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്തു. സ്ത്രീ സുരക്ഷയെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീകളുടെ ആരോഗ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. സ്ത്രീകളുടെ ആരോഗ്യം, ഒരു ഗവൺമെന്റ് ആവുമ്പോൾ ഒരു രാജ്യത്ത് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ അതൊരു ഡെഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് മാറുമല്ലോ. അപ്പൊ അവിടെ നോക്കുമ്പോൾ 98,311 കോടി രൂപ ആരോഗ്യ മേഖലയ്ക്ക് കൊടുക്കുമ്പോൾ അത് ടോട്ടൽ GDPയുടെ 0.27% പക്ഷെ 2017 തന്നെ ഒന്നാം BJP സർക്കാരിന്റെ സമയത്ത് നടത്തിയ ദേശീയ ആരോഗ്യ നയം ഉണ്ടായിരുന്നു. അവർ കൊണ്ടുവന്ന ഒരു നിയമം തന്നെ ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് 2020 ആവുമ്പോഴേക്കും GDPയുടെ 2% ആരോഗ്യ മേഖലയിലേക്ക് മാറ്റിവെക്കണമെന്നാണ്. പക്ഷെ ഇപ്പോഴും അത് 0.27%. പക്ഷെ ഈ പ്രഖ്യാപനങ്ങളും അതിനെ കുറേയും കൂടെ എൻഹാൻസ് ചെയ്തുകൊണ്ടുള്ള കുറെ BJP അനുഭാവികളുടെ അല്ലെങ്കിൽ NDA അനുഭാവികളുടെ കാര്യങ്ങളും കൂടെ ആവുമ്പോഴൊന്നും കാര്യങ്ങൾ നടക്കില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയില് സ്ത്രീകളുടെ വിഷയം എന്ന് പറയുന്നത് തികച്ചും പരിതാപകരമായ അവസ്ഥയിൽ തന്നെയാണ്. ഒരു മാറ്റവും കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല. ഒരു സ്ത്രീയായ ശ്രീമതി നിർമ്മല സീതാരാമൻ പോലും സ്ത്രീകളുടെ പ്രശ്നത്തിൽ ഊന്നിക്കൊണ്ടുള്ള
ഒരു പ്രഖ്യാപനവും നടത്തിയില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ദീപ അങ്ങനെ കാടടച്ച് വെടിവെക്കാമോ? ഈ ഒരു സംസാരിച്ചു പോയതിനിടയിൽ സ്ത്രീകളുടെ ആരോഗ്യ മേഖലയെ കുറിച്ച്, സ്ത്രീകളുടെ ആരോഗ്യത്തെ കുറിച്ച് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഈ ബജറ്റിലുമുണ്ട് പോഷൻ 2.0. 1 കോടി ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും 20 ലക്ഷം കൗമാരക്കാർക്കും ഒക്കെ പോഷകാഹാരം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ്. അത് ഈ ഒരു വർഷത്തെ പദ്ധതിയല്ല, ഭാവിയിലേക്ക് കൂടിയാണ്. നോക്കൂ, സ്പെസിഫൈ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ പോലും നടപ്പാവാത്ത സ്ഥലത്താണോ ഇങ്ങനെ ഒരു ഇരുട്ടുമറ പോലെ ഒരു പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്? ആദിവാസി മേഖലയിലുള്ള അമ്മമാർക്കും ഗർഭിണികൾക്കും എന്ത് സംരക്ഷണം നൽകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു പദ്ധതിയായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ബജറ്റിൽ കുറെ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ നടത്തിപ്പോകുന്നതല്ലാതെ ഒരു പദ്ധതി എന്ന രീതിയിൽ ഇപ്പൊ UPA സർക്കാരിന്റെ കാലത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയപ്പോൾ അതൊരു പദ്ധതിയായിട്ട് അതിന് ഇത്ര കോടി രൂപ ഇന്ന രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള രീതിയിൽ, ഇന്ന രീതിയിൽ നടപ്പാക്കപ്പെടുന്നു എന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖയോട് കൂടിയുള്ള ഒരു പദ്ധതിയായിരുന്നു അത്. അതുപോലെയുള്ള എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ? പ്രഖ്യാപനങ്ങളല്ലാതെ എന്തെങ്കിലും പദ്ധതികളായിട്ട് ഈ ഗവൺമെന്റിന്റെ ബജറ്റിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ സ്ത്രീകൾക്ക് വേണ്ടി? ഈ പോഷൻ 2.0 തന്നെ നമുക്കറിയാം, ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, അതിന്റെ ബാക്കിയായിട്ടാണ്. ഇനി ഈ വരുന്ന ആളുകൾക്കും ഇപ്പോൾ ഉള്ള ഈ ഞാനിപ്പോൾ പറഞ്ഞ കണക്കിനനുസരിച്ച് ഇത്ര കൗമാരക്കാർ, ഇത്ര ഗർഭിണികൾ ഉള്ള സ്ത്രീകൾക്കും ഭാവിയിലേക്ക് കൂടി കരുതി വെക്കുന്നതാണ് ഈ പോഷകാഹാരം സക്ഷമ അങ്കണവാടികളിലൂടെയൊക്കെയും കുഞ്ഞുങ്ങൾക്കുമൊക്കെ നൽകുന്നത്. അത് കണ്ടില്ലെന്ന് നടിക്കാനാവുന്നതാണ്. ഗ്രാമീണ മേഖലയിലും ആദിവാസി മേഖലയിലുമുള്ള അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകുന്ന യാതൊന്നും തന്നെ അതിൻ്റെ അകത്തില്ല. പിന്നെ പേരിന് പറയാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതിന്റെ ഒരു ഓഡിറ്റിംഗ് വേണം. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത കാര്യങ്ങളുടെ ഓഡിറ്റിംഗ് അതാണ് ആദ്യമായിട്ട് പരാമർശിക്കേണ്ടത്. അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ യാതൊരു പരാമർശങ്ങളും ബജറ്റിലില്ല. പിന്നെ നടപ്പാകാൻ പോകുന്ന ഞാൻ പറഞ്ഞില്ലേ, ഒരു പദ്ധതികളും ഇതിലില്ല. ഇതെല്ലാം പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. നടന്നാലായി, നടന്നില്ലെങ്കിലായി. എങ്ങനെ നടക്കുമെന്നോ എവിടെ നടപ്പാക്കുമെന്നോ ഏത് രീതിയിൽ നടപ്പാക്കുമെന്നുള്ള യാതൊരു വ്യക്തതയും ഇല്ലാതെയാണ് പറയുന്നത്. ഇപ്പൊ തന്നെ എന്റെ കൂടെ സഹ പാനലിസ്റ്റ് ആയിട്ടിരിക്കുന്ന അവര് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കുന്നതും ഞാൻ കേട്ടു. അവിടെയും അവർക്ക് അവ്യക്തത ഉള്ളത് കൊണ്ടാണ് ചോദിച്ചത്. അതിലും അവ്യക്തമായ ഉത്തരമാണ് കൊടുത്തത്. അപ്പൊ ഈ രീതിയിലുള്ള അവ്യക്തമായ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് താല്പര്യപ്പെടുന്ന കുറച്ച് കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിലുള്ള ഇപ്പൊ ഡൽഹി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സാലറീഡ് പേഴ്സൺസിനുള്ള ടാക്സ് നമുക്ക് അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടാക്സിന്റെ ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഡൽഹി ഇലക്ഷൻ മുൻനിർത്തി തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബീഹാർ എന്ന് പറയുന്ന ഒരൊറ്റ സംസ്ഥാനം മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്നാണ് നമുക്ക് ഇന്ന് രാവിലെ ബജറ്റ് കേൾക്കുമ്പോൾ തോന്നുന്നത്. കാര്യം 4-5 പ്രാവശ്യം ബീഹാറിനെ ഈ സമയം നമുക്ക് സ്ത്രീകൾക്ക് എന്ത് കിട്ടി, സ്ത്രീകൾക്ക് കിട്ടിയത് ഗുണകരമാകുമോ എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സംസ്ഥാനങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള സ്ത്രീകളെ എന്നല്ല ഞാൻ പറയട്ടെ, കേരളത്തിലെ ഈ വയനാട് ഉരുൾപൊട്ടല്, മുണ്ടക്കൈ, ചൂരൽമല ഭാഗങ്ങളിൽ എത്രയധികം സ്ത്രീകളുണ്ട്. എന്തുകൊണ്ട് പുനരധിവാസത്തെ കുറിച്ചിട്ട് ഒന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞില്ല? ഇവിടുന്ന് 2 കേന്ദ്രമന്ത്രിമാര് പോയല്ലോ. മറ്റൊരു സമയം അതിനായി നമുക്ക് മാറ്റിവെക്കാമെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഈ സ്ത്രീകൾക്ക് എന്ത് കിട്ടി, സ്ത്രീ ശക്തി, നാരീ ശക്തിയിലേക്ക് എന്ത് വന്നു എന്നുള്ളത് മാത്രമാണ്. വിനീത, ഈ ദീപ പറഞ്ഞ കാര്യമുണ്ടല്ലോ, താങ്കൾക്ക് പോലും വ്യക്തതയില്ലാത്ത ഒരു കാര്യമാണ് താങ്കൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ് ഇത് ദീപ അനിൽ പറയുന്നത്. എനിക്കിത് പറയാൻ അനുവദിക്കണം. ദീപ അനിൽ പറയുന്നത് ഞാനൊരു വളരെ ഡീസന്റ് ആയിട്ടാണ് അവതരിപ്പിച്ചത്. ഇത് വെറുതെ ഓപ്പോസിഷൻ ഫോർ ദ സേക്ക് ഓഫ് ഓപ്പോസിഷൻ പാടില്ല ഈ ഒരു ബജറ്റിൽ. ഇത് നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ മൊത്തം ആൾക്കാർ കാണുന്ന ഒരു ചാനലാണ്. അറ്റ്ലീസ്റ്റ് അതൊരു ഫോൾസ് ഇൻഫർമേഷൻ നൽകാൻ പാടില്ല ആൾക്കാർക്ക്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് 50. ലെറ്റ് മീ സ്പീക്ക്. ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇന്റർഫിയർ ചെയ്തില്ലേ, അപ്പൊ എനിക്ക് സംസാരിക്കാൻ സമ്മതിക്കണം. മുദ്ര ലോണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദീപ അനിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഫിഗേഴ്സ് എന്റെ കയ്യിലുണ്ട്, ഞാൻ പഠിച്ചിട്ട് വരുന്ന ഡിബേറ്റ്സിനൊക്കെ. പ്രധാൻ മന്ത്രി മുദ്ര യോജനയിൽ 50.3 crore ആൾക്കാർക്കാണ് ബെനിഫിറ്റ് വന്നിരിക്കുന്നത്. ഇതുവരെ 31.28 lakh കോടിയാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഏപ്രിൽ 2017 മാർച്ച് 31, 2022 വരെ 97.94 lakh ലോൺസ് ആണ് ഡിസ്പേഴ്സ് ആയിരിക്കുന്നത് പ്രധാനമന്ത്രി മുദ്ര യോജനയിൽ. വെറുതെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾസ് നറേറ്റീവ് നൽകിയിട്ട് പ്ലീസ് മെയിൻറ്റെയിൻ ദ ഡെക്കോറം ഓഫ് ദ കോൺവെർസേഷൻ. നിങ്ങൾ ഇങ്ങനെ ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല.
പിന്നെ സെക്കൻഡ് പോയിന്റ് എം ജി നരേഗ മാത്രമേ ഉള്ളൂ ഇവർക്ക് പറയാനായിട്ടുള്ളത്. എം ജി നരേഗ നല്ലൊരു പ്രോഗ്രാം ആണ്. അതിൽ നമ്മൾ ഒരിക്കലും ബഡ്ജറ്റ് കട്ട് ചെയ്തിട്ടില്ല. അതിന്റെ ബഡ്ജറ്റ് തുടരുന്നുണ്ട്, സെയിം അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണത്. പക്ഷെ എം ജി നരേഗ ഒരു പാസീവ് ഇൻകം ആണ്. നമുക്ക് ആവശ്യമില്ലേ നമ്മുടെ സ്ത്രീകള്, നമ്മുടെ ആൾക്കാര് ഒരു സെൽഫ് റിലയന്റ് ആവണമെന്ന് ഓൺടർപ്രണർഷിപ്പ് മോഡിൽ പോകണം. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഒരു പുതിയൊരു പ്രോഗ്രാം ഫസ്റ്റ് ടൈം വിമൻ ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ട് അപ് ടു 2 crore ടേം ലോൺ. എന്തിനാ നമ്മൾ എപ്പോഴും പാവപ്പെട്ട ആൾക്കാർ പാവപ്പെട്ട തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? എപ്പോഴും എം ജി നരേഗയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ജീവിക്കാനുള്ള മാർഗം. എം ജി നരേഗ മാത്രമാണോ? എം ജി നരേഗ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അവർക്ക് ഒരു ബേസിസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് അവര് അതിന് പ്രോഗ്രസ് ചെയ്തിട്ട് ഓൺടർപ്രണേഴ്സ് ആവണം, വലിയ രീതിയിൽ വരണം. അതാണ് നമ്മുടെ എന്ന് മാത്രമല്ല, വിനീത നേരത്തെ സൂചിപ്പിച്ച ഡ്രോൺ ദീദി യോജന നമുക്കറിയാം. അതിൽ കൂടെ സ്ത്രീകളുടെ സാങ്കേതിക ശേഷി ഉറപ്പാക്കിക്കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ താഴേക്കിടയിലുള്ള പെൺകുട്ടികൾക്ക് വരെ അത്തരത്തിൽ ഉയർന്നു വരാൻ അവരെ സഹായിച്ചൊരു പദ്ധതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 കോടി രൂപയൊക്കെ അവർക്ക് അത്തരം ഒരു സംരംഭം തുടങ്ങുന്നതിന്, ഇത്തരം അല്ലെങ്കിൽ സാങ്കേതിക ശേഷിയിൽ കൂടുതൽ നൈപുണ്യം നേടുന്നതിനൊക്കെ ഗുണകരമാകുമെന്ന് കരുതാം.